മാർച്ച് 7 നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. കോവിഡ് നിയന്ത്രണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്താനാണ് ഇത്തവണ സാധ്യത. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മാർച്ച് 7 നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റിയ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ പേർ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമാകും. എന്നാൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി സർക്കാരും നഗരസഭയും 8.39 കോടി രൂപയാണ് ചിലവിടുന്നത്. ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും ചേർന്ന് ചെലവിടുന്നത് 8,39,66,347 രൂപയാണ്. ലക്ഷങ്ങൾ വന്നു പോകുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻ വർഷത്തേക്കാൾ ഒരു തയ്യാറെടുപ്പ് ഇപ്രാവശ്യം നടത്തിയിട്ടുണ്ട്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, ശുചീകരണ നടപടികൾ എന്നിവയുടെ എസ്റ്റിമേറ്റും ഒക്കെ തന്നെ ജില്ലാ കളക്ടർ മുഖേന തയ്യാറാക്കുകയും ധനകാര്യ വകുപ്പിന്റെ അനുവാദത്തോടുകൂടി ചെലവഴിച്ച രൂപ എന്ന് പറയുന്നത് 2,50,00,000 രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. അതും കോർപ്പറേഷന്റെ ചെലവഴിച്ച കാശുകൊണ്ട് കൂട്ടുമ്പോഴാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഭക്തജനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം ഗതാഗതമായിരിക്കും. എന്നാൽ തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ KSRTC സർവീസുകൾ അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. KSRTC ബസ്സുകൾ ക്രമീകരിക്കുന്ന കാര്യത്തിൽ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ യാത്രാ സൗകര്യമാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരാനും പോകാനും അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ ഡിപ്പോകളിൽ നിന്നും ആറ്റുകാൽ പ്രദേശത്തേക്ക് കൂടുതൽ ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാല കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് മടങ്ങുന്നതിനും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ KSRTCയുടെ ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. യാത്രാ സൗകര്യം ഒരു പൊങ്കാലയ്ക്ക് ഒരു തലത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. തിരക്ക് നിയന്ത്രിക്കുന്നതിന് 2000 പുരുഷ പോലീസിനെയും 750 വനിതാ പോലീസിനെയും സ്ഥലത്ത് നിയോഗിക്കും. നമ്മുടെ ഫോക്കസ് ഇത്തവണ വിമൻ സേഫ്റ്റിയും പിന്നെ ക്രൗഡ് മാനേജ്മെന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് ഏരിയാസിലേക്ക് ഗാനമേളകൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും പിന്നെ ബസ്സുകൾ തിരിച്ചു കൊണ്ടുപോകുന്ന വഴികളിലേക്ക് തടസ്സം ചെയ്യുന്ന ആൾക്കാരുടെ എതിരെയായിരിക്കും, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് എതിരെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ്. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ബന്ദോബസ്ത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ പുറത്തുനിന്ന് കൂടി വേറെ സ്റ്റേറ്റ്സിന് ആൾക്കാരെ വിളിപ്പിച്ച് സ്പോട്ടേഴ്സിനെയും സ്ക്വാഡ്സിനെ വിളിപ്പിക്കുന്നുണ്ട്. എസ്പെഷ്യലി സ്നാച്ചിങ് പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ശല്യം ചെയ്യുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാനും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വി ഹാവ് മെയ്ഡ് അറേഞ്ച്മെന്റ്സ്. നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിന്റെയും ഉത്സവ മേഖലയിൽ ലീഗൽ മെട്രോളജിയുടെ സ്ക്വാഡുകളുടെയും സജീവ പ്രവർത്തനം ഉറപ്പാക്കും. വെള്ളത്തിനും ഭക്ഷണത്തിനുമായുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നടത്തും. 24 മണിക്കൂർ മെഡിക്കൽ ടീമിന്റെ സേവനവും ആംബുലൻസും തയ്യാറായിരിക്കും. ഒപ്പം കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.